സിനു, ഈ വീട് പണി നടക്കല്ലേ? അതെ. ടൈലൊക്കെ വാങ്ങിച്ചോ? ടൈൽ വാങ്ങിച്ചില്ല, നോക്കിക്കൊണ്ടിരിക്കുന്നു. നോക്കണം കേട്ടോ, ഹലാൽ ടൈൽ കിട്ടും. ടൈലിന് എന്തായിരുന്നു ഹലാൽ? ടൈലോ സിമെന്റിന് ഹലാൽ. കമ്പിയില്ലേ, കമ്പി, ഇരുമ്പ് കമ്പി, അതും ഹലാലുണ്ട്. നീ അതില്ലാതെ കിട്ടിയ പ്രശ്നമാകുമോ? ഹലാലില്ലാത്ത ചിലപ്പോൾ പ്രശ്നമാവും. ചിലപ്പോൾ നിങ്ങൾ വിൽക്കാൻ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും വിൽക്കേണ്ടി വന്നാൽ, വിൽക്കാനല്ല നമ്മുടെ വീട് വെക്കുന്നത്, ഉണ്ടാക്കുന്ന വീട് ഒരിക്കലും വിൽക്കാനട വരാതിരിക്കട്ടെ. എന്നാൽ പോലും അല്ലെ വാടകയ്ക്ക് കൊടുക്കേണ്ടി വന്നാൽ, നിങ്ങൾ കുറച്ചുകൂടെ നല്ല വീടൊക്കെ വെക്കുമ്പോൾ വാടകയ്ക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ, അപ്പോൾ അവിടെ താമസിക്കാൻ പറ്റുന്നവർ നോക്കുക, അത് ഹലാൽ സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണോ, ഹലാൽ ഇരുമ്പാണോ? ഇപ്പോൾ ഹലാൽ ഇരുമ്പ് മേടിക്കുമ്പോൾ അതിനെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ, പ്രശാന്ത് പറഞ്ഞ പോലെ, അതിനെ വിശുദ്ധമാക്കാൻ വേണ്ടി അതിൻ്റെ നീളമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുറിച്ച് കളയോ എന്നുള്ള സൈഡിൽ കൂടെ അല്ല എന്തുവാട്ടെ. ഇത് തമാശയല്ല. ഇന്നലെ സുപ്രീം കോടതിയിൽ നമ്മുടെ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത, ജസ്റ്റിസുമാരായ BR ഹവായി, അഗസ്റ്റിൻ ജോർജ് മെഷ് എന്നിവരുടെ മുന്നിൽ കോടതിയിൽ പറഞ്ഞതാണ്. ആര്? സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയുണ്ട്? കമ്പി വരെ ഹലാലാണ്, സിമൻറ്റ് ഹലാൽ. തുഷാർ മേത്ത പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി, യുവർ ലോർഡ്ഷിപ്പ്, നിങ്ങൾ കേൾക്കണം, നമ്മുടെ രാജ്യത്ത് വന്ന് ചുടുകട്ട ഉണ്ടാക്കുന്നതിന് പോലും ഹലാൽ. ഇതെന്ത് രാജ്യമാണ്? ഇതെന്താ ഇസ്ലാമിക രാജ്യമാണോ? ശരീഅത്ത് ഭരിക്കുന്ന രാജ്യമാണോ? കേസ് എന്താണെന്നറിയോ? കേസാണ് രസം. കേസ് ഇന്ത്യയിലെ ആമ്പിള്ളേർ രാജ്യം ഭരിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായ കേസാണ് ഇപ്പോൾ സുപ്രീം കോടതി നടക്കുന്നത്. ജമിയത്ത് ഉൽമ ഇ ഹിന്ദ് എന്നൊരു സ്ഥാപനമുണ്ട്. ഇവരാണ് ഹലാൽ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഹോട്ടൽ തുടങ്ങി, അല്ലെങ്കിൽ സിനു എന്തെങ്കിലും ഒരു വീട്ടിലൊരു കുടുംബശ്രീ യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ഭക്ഷ്യവസ്തു ഉണ്ടായി, അതിന് ഹലാൽ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഈ ജമിയത്ത് ഉൽമ ഇ ഹിന്ദിൽ ഒരു ഫീസ് അടച്ചാൽ അവർ തരും സർട്ടിഫിക്കറ്റ്. അവരുടെ സർട്ടിഫിക്കറ്റാണ് ഹലാൽ. അതുപോലെ കുറേ സംഘടനകളുണ്ട്. നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കളാണെങ്കിൽ അഗ്മാർക്ക് അല്ലേ, അല്ലെങ്കിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊടുക്കുന്ന ISI അല്ലെങ്കിൽ BIS ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റ്. ഇതൊക്കെയാണ് ഒരു വസ്തുവിൻ്റെ, ഒരു ഭക്ഷ്യവസ്തു ആവട്ടെ അല്ലാത്ത സാധനങ്ങളാവട്ടെ, അതിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ സർക്കാർ അംഗീകൃതമായ ലാബറട്ടറികളിൽ പരിശോധിച്ച് അതിൻ്റെ ക്വാളിറ്റി അഷുറൻസ് തരുന്നതാണ് BIS, ISI, അഗ്മാർക്ക് തുടങ്ങിയ സർട്ടിഫിക്കറ്റ്. അത് നോക്കിയാൽ നമുക്ക് വിശ്വസിച്ച് ഇത് കൊള്ളാവുന്ന സാധനമാണ്. അതിന് പ്രത്യേക സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ഭക്ഷ്യവസ്തു ഇരിക്കുന്നു, അച്ചാർ ഒരു 10 ഇരിക്കുന്നു, അതിലൊരെണ്ണം ISI ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ അഗ്മാർക്ക് ഉള്ളതാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അത് വാങ്ങാം. അത് ആ ക്വാളിറ്റി പരിശോധനകൾ കടന്നു വന്നിട്ടുള്ളതാണ്. അത്തരം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് സർക്കാരാണ്. അതിന് വാലിഡിറ്റി ഉണ്ട്. അത് നിയമാനുസൃതമാണ്. രാജ്യത്തെ നിയമപ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ബോഡിയാണ് അഗ്മാർക്കും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും ഒക്കെ അല്ലേ. അവർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന് നിയമപരമായ വാലിഡിറ്റി ഉണ്ട്. പക്ഷേ ഈ ജമിയത്ത് ഉൽമ ഇ ഹിന്ദ് പോലെയുള്ള സംഘടനകൾ ഒരു മുസ്ലിം ട്രസ്റ്റാണ്. അവർ കൊടുക്കുന്നു. അവർ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി അവർ ലക്ഷക്കണക്കിന് രൂപ മേടിക്കുന്നു. ഒരു സർട്ടിഫിക്കറ്റ് തരാം, നിങ്ങൾ തന്നേക്ക്. ഈ സർട്ടിഫിക്കറ്റും വെച്ചിട്ടാണ് ഹോട്ടൽ നടത്തുന്നതും സാധനങ്ങൾ ഉണ്ടാക്കുന്നതും കച്ചവടം നടത്തുന്നതും. അപ്പോൾ ഇങ്ങനെ ഹലാലിൻ്റെ പേരിൽ വ്യാപകമായി ഹലാൽ 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 എന്നും പറഞ്ഞ് നിർബന്ധിതമായി ഇത് നടപ്പാക്കുകയാണ്. ആരും നിർബന്ധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ആലോചിക്കുക, ഒരു മുസ്ലിം ഒരു ഹോട്ടലിൽ പോകുന്നു. തൊട്ടടുത്ത് മുരുകവിലാസം ഹോട്ടൽ, ഇപ്പുറത്ത് ഏറെന്തെങ്കിലും ഒരു ഹോട്ടൽ, അതിൻ്റെ പേരിൽ ഹലാൽ എന്നുകൂടെ എഴുതി വെക്കുന്നു. ഈ മുസ്ലിം ഇപ്പോൾ എവിടെ കയറും? ഹലാലിൽ കയറും. ഇത് കഴിഞ്ഞ ഒരു 10-15 വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്ത്, കേരളത്തിൽ പ്രത്യേകിച്ചും ഉണ്ടായൊരു മാറ്റമാണ്. ഒരു 20 വർഷത്തിനപ്പുറത്ത് നമ്മളൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഹലാൽ ഹോട്ടൽ ഉണ്ടായിരുന്നു? കേട്ടിട്ടുമില്ല. എല്ലാവരും എല്ലായിടത്തും പോകും, എല്ലാ ഭക്ഷണവും കഴിക്കും, ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ 10-20 വർഷത്തിനിടയ്ക്ക് രാജ്യത്ത് ആസൂത്രിതമായി ഇസ്ലാമിസ്റ്റുകൾ കൊണ്ടുവന്ന ഒരു സാധനമാണ് ഹലാൽ എന്ന് പറഞ്ഞാൽ. മുസ്ലിമുകളാണെങ്കിൽ ഹലാൽ ഭക്ഷണമേ കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ മതം കൊണ്ടുവന്നു. ആര് കൊണ്ടുവന്നു? ഇവിടുത്തെ ഹിന്ദുക്കളാണ് ഇവിടെ വർഗീയത കൊണ്ടുവരുന്നത്, എല്ലാത്തിലും മതം കൊണ്ടുവരുന്നു എന്ന് പറയുന്നവർ ആലോചിക്കണം. ഭക്ഷണത്തിൽ മതം കൊണ്ടുവന്ന ആരാണ്? ഇസ്ലാമിസ്റ്റുകളാണ്. അപ്പോൾ ഹലാലുണ്ടെങ്കിൽ, നിങ്ങളിപ്പുറത്തുള്ള മുരുക കഫയുണ്ട്, ഇപ്പുറത്ത് ഹലാൽ ഹോട്ടലുണ്ടെങ്കിൽ മുസ്ലിം അങ്ങോട്ടേ കയറുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു മീനിങ് ഉണ്ട്. മുസ്ലിമുകളുടെ ഭക്ഷണശാലകളിൽ നിന്നേ വാങ്ങാവുള്ളൂ. ഹലാൽ സർട്ടിഫിക്കറ്റ് ഉള്ളത് സാധനമേ നിങ്ങൾ വാങ്ങാവുള്ളൂ എന്ന് പറഞ്ഞാൽ മുസ്ലിമുകൾ ഹലാൽ സർട്ടിഫിക്കറ്റ് ഉള്ളതേ വാങ്ങാവുള്ളൂ എന്ന് വെച്ചാൽ കച്ചവടം അങ്ങോട്ടേ. ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രം കൂടിയാണ്. ഞങ്ങളുടെ കച്ചവടം മുഴുവൻ ഞങ്ങളുടെ ആളുകൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മേടിക്കും.
പ്ലസ് ബാക്കിയുള്ളവരുടെ വന്നു. ബാക്കിയുള്ളവരും വേണം മേടിച്ചു. ബാക്കിയുള്ളവർക്ക് ഇത് മനസ്സിലാവുന്നില്ല. ബാക്കിയുള്ളവർ എന്ത് ചെയ്തു? ഹലാലുള്ള കുഴിമന്തി തിന്നാൻ പോകുമ്പോൾ അവൻ അഡീഷണൽ ആയിട്ട് ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയും കൂടെ കച്ചവടം കിട്ടുന്നുണ്ട്. പക്ഷേ അവൻ്റെ ആളുകൾ അവിടെ കയറും. ഇതൊരു ആസൂത്രിതമായ ഒരു സ്ട്രാറ്റജിയാണ്. ഒരു വിഭാഗം ആളുകളെ നിരന്തരം സമ്പന്നരാക്കാൻ, അവരുടെ കച്ചവടം, ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട കച്ചവടം മുഴുവൻ ഞങ്ങൾക്ക് കിട്ടണം എന്നൊരു തന്ത്രം ഇതിനകത്തുണ്ട്. അതാണ് ഇതിൻ്റെ വാണിജ്യപരമായ കാര്യം. ഇനി വിശ്വാസം പറയാം, അങ്ങനെയൊന്നുമല്ല, ഇത് ഞങ്ങളുടെ വിശ്വാസമാണ്, ഞങ്ങൾക്ക് ബിസ്മി ചൊല്ലി അത് അംഗീകരിക്കപ്പെട്ട ഭക്ഷണം എന്നാണ് ഹലാൽ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനു മുമ്പ് ബിസ്മി ചൊല്ലത്തില്ലേ? അതൊരു ദൈവത്തിന് അർപ്പിക്കുന്നതല്ലേ? അല്ലെങ്കിൽ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നു ആവട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ വിശ്വാസപ്രകാരം ഉണ്ടാക്കിയ ഭക്ഷണമാണ്. ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുമോ? ഇവിടെ ക്രൈസ്തവരുടെ കേക്ക് പോലും കഴിക്കരുതെന്നാണ് പറയുന്നത്, ഈ ക്രിസ്തുമസ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ക്രൈസ്തവരുടെ പള്ളിയിൽ അത് ഒടുവിൽ ഈ തിരുവോസ്തി കൊടുക്കുമല്ലോ, കഴിക്കുമോ? പുറത്ത് കിട്ടത്തില്ല. എന്നാൽ പോലും അത് ഒരു കഷ്ണം സംഘടിപ്പിച്ച് നാവിൽ വെച്ച് കുർബാന സമയത്ത് നാവിൽ വെച്ച് കൊടുക്കുന്ന അതിൻ്റെ ഒരു കഷ്ണം കൊടുത്താൽ കഴിക്കുമോ? ഇല്ല. എന്തിന് ശബരിമല എന്നുള്ള അരവണ കഴിക്കുമോ? ഇല്ല. അതും നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ളതല്ലേ. നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ളത് ഞങ്ങൾ കഴിക്കുകയില്ല എന്ന് ക്രിസ്ത്യാനിയോടും ഹിന്ദുവിനോടും പറയാം. എന്നാൽ ഞങ്ങളുടെ വിശ്വാസപ്രകാരമുള്ളത് നിങ്ങൾ കഴിച്ചിരിക്കണം, ഞങ്ങൾക്ക് അതിന് സ്വാതന്ത്ര്യം വേണം. അത് തെറ്റല്ലേ? അത് തെറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഹലാലിന് വിശ്വാസപരമായൊരു ചൂഷണമുണ്ട്, മതപരമായ സാമ്പത്തികമായൊരു വശം കൂടി. ഇതറിയാതെയാണ് ഹലാൽ പ്രോഡക്ട്സ് വാങ്ങി ഹലാൽ സ്ഥാപനങ്ങളിലേക്ക് മറ്റുള്ളവർ പോകുന്നത്. ഇത് വലിയ തോതിൽ ഭിന്നത ഉണ്ടാക്കാനും സ്വന്തം സമുദായത്തെ മാത്രം ശക്തിപ്പെടുത്താനുള്ള ഒരു തന്ത്രമാണ്. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ കുറച്ച് നാൾ മുമ്പ് പരസ്യമുണ്ട്, ഹലാൽ ഫ്ലാറ്റുകൾ. മലബാറിലുള്ള ഹലാൽ ഫ്ലാറ്റുകൾ. അതെന്താണ്? ഈ പറഞ്ഞ പോലെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലാറ്റിൻ്റെ ഏതെങ്കിലും ഭാഗം ഇടിച്ച് കളയോ ഹലാലാക്കാൻ വേണ്ടിയിട്ട്? എനിക്കറിയില്ല. ഹലാൽ ഫ്ലാറ്റ് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇത് ഹലാൽ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ നിർമ്മിച്ചതാണ്, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ആളുകളാണ്. നിങ്ങൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ഫ്ലാറ്റിൽ വേറെ മറ്റ് സമുദായക്കാരുടെ ശല്യമില്ല എന്നുള്ള ഗ്യാരണ്ടിയാണ് ഹലാൽ ഫ്ലാറ്റ്, അല്ലേ? അതെ. സിമ്പിളി പച്ചയ്ക്ക് പറഞ്ഞാൽ ഹലാൽ ഫ്ലാറ്റ് വേറെ ഒരു ജാതി, ഒരു ക്രിസ്ത്യാനി ഇല്ല, ഒരു ഹിന്ദു ഇല്ല, നമ്മൻ്റെ ആൾക്കാർ മാത്രമുള്ള ഫ്ലാറ്റാണ് ഹലാൽ ഫ്ലാറ്റ്. ഹലാൽ ടൂത്ത് പേസ്റ്റ് ഉണ്ട്, അറിയാവോ? ഞാൻ പറഞ്ഞു സൂപ്പർ മാർക്കറ്റ് ഞാൻ കണ്ടു, ഹലാൽ കോണ്ടം ഉണ്ട്. ഇനി അതും മുറിച്ച് കളഞ്ഞാണോ എന്ന് അറിയത്തില്ല, അത് ഉപയോഗിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും ആട്ടെ, നമ്മൾ അപഹസിക്കാൻ പറയുന്നതല്ല, ഇത് അപഹസിക്കാൻ തന്നെ പറയുന്നതാണ്. മനുഷ്യനെ സംശയിക്കേണ്ട, അപഹസിക്കാൻ കൂടി പറയുകയാണ്. ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. മനുഷ്യനെ ഡിവൈഡ് ചെയ്യുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇത് ഫലപ്രദമായി ഇത് ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഇതുകൊണ്ട് യു പിയിലോട്ട് ചെന്നു യോഗി ഹലാലിനെ ചവിട്ടിക്കൂട്ടി ദൂരെ കളഞ്ഞിട്ട് കഴിഞ്ഞ നവംബർ 23 യോഗി നോക്കുമ്പോൾ യോഗിയുടെ മുന്നിൽ റിപ്പോർട്ട് വന്നത് എന്തൊക്കെയാണെന്നറിയാമോ? ഉത്തർപ്രദേശിൽ സിമൻറ്റിന് ഹലാൽ, നേരത്തെ പറഞ്ഞത് അതാണ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സുപ്രീം കോടതി. സിമൻറ്റിന് ഹലാൽ, കമ്പിക്ക് ഹലാൽ, ഹലാൽ കമ്പി, ഹലാൽ സിമൻറ്റ്. നമ്മളിപ്പോൾ ഒന്നെങ്കിൽ കോറമാൻഡൽ സിമൻറ്റ് അല്ലെ ACC സിമൻറ്റ്, അങ്ങനെ എനിക്ക് വേറെ പേരുകൾ അറിയില്ല കേട്ടോ. അങ്ങനെയുള്ള സിമൻറ്റുകളുടെ ശങ്കർ സിമൻറ്റ് ഇതൊക്കെ നോക്കിയിട്ട് മലബാർ സിമൻറ്റ്, ഇങ്ങനെ സിമൻറ്റുകളുടെ ബ്രാൻഡ് നോക്കി ISI ഉണ്ടോ എന്ന് നോക്കിയാണ് മേടിക്കുന്നത്. അതിനിപ്പോൾ ഹലാലും കൂടെ അടിച്ചിട്ട് ഹലാലുള്ള സിമൻറ്റ് മേടിക്കണം എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്പനി ഉണ്ടാക്കുന്ന സിമൻറ്റാണ്. അതൊരു മാർക്കറ്റിംഗ്. മുസ്ലിമുകളെ നിങ്ങൾ ഹലാൽ മേടിച്ചാൽ മുസ്ലിമിൻ്റെ സിമൻറ്റ് മേടിക്കണം, ബിർള സിമൻറ്റ് മേടിക്കരുത്. അത് ചിലപ്പോൾ ഹിന്ദു ആയിരിക്കാം, അവൻ്റെ ഒന്നും മേടിക്കും. ഞങ്ങളുടെ സാധനം, നമ്മുടെ ആളുകൾ ഞങ്ങളുടെ സാധനം മാത്രം മേടിക്കാനാണ് ഹലാൽ ഉണ്ടാക്കുന്ന പരിപാടി എന്ന് കണ്ടിട്ട് യോഗി സർക്കാർ ഹലാൽ അങ്ങോട്ട് നിരോധിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി ഇവിടെ നിന്ന് വിദേശത്തേക്ക് അയക്കാവുന്ന സാധനങ്ങൾ ഒഴികെ ഒന്നിലും ഹലാൽ പാടില്ല. കാരണം ഇസ്ലാമിക രാജ്യങ്ങൾ, അത് മതരാജ്യമാണ്, അല്ലേ? അതെ. ആ മതരാജ്യത്തിൽ ഹലാൽ അനുവദിക്കും. ഇന്ത്യ മതേതര രാജ്യമാണ്, അവിടെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അപ്പോൾ ഇവിടെ ഇന്ത്യയിലെ കച്ചവടക്കാർക്ക്, അതും BJP ബന്ധമുള്ള ഹിന്ദു കച്ചവടക്കാർ വിദേശത്ത് വിൽക്കാൻ ഹലാൽ വെക്കുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾ ഹലാൽ വെച്ചിട്ട് ഇവിടെ വിറ്റ് നിങ്ങളുടെ ആളുകൾ ഉണ്ടാക്കുന്ന സാധനം മാത്രം മേടിക്കണമെന്ന് പറയാമെന്നുണ്ടെങ്കിൽ അവിടെ ഹലാൽ സർട്ടിഫിക്കറ്റ് വെച്ച് മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ. അതൊരു മതരാജ്യമായതുകൊണ്ട് ഇവിടുന്ന് കയറ്റി അയക്കും. എല്ലാ രാജ്യങ്ങളും ഇന്ന് കയറ്റുമതി നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുമ്പോൾ അവിടെ ഹലാൽ വേണ്ടതാണെങ്കിൽ ഹലാൽ വെക്കും. അമേരിക്കയിൽ പോകുമ്പോൾ ഹലാൽ വെക്കത്തില്ല. ഒരേ കമ്പനി തന്നെ, ഇപ്പോൾ ജിയോ ആവട്ടെ, അല്ലെങ്കിൽ റിലയൻസ് ആവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനി ആവട്ടെ, അവർ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് അറബി രാജ്യങ്ങളിൽ വെക്കണമെങ്കിൽ അവിടുത്തെ നിയമം ഹലാൽ ആണെങ്കിൽ ഹലാൽ വെക്കും. അമേരിക്കയിൽ അത് വേണ്ടെങ്കിൽ അതിൽ വെക്കില്ല. അതിനെന്താ? നിയമം പാലിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. നിയമം പാലിക്കുകയാണ്. ഇവിടെ നിയമം ആരുണ്ടാക്കുന്നു? മതമുണ്ടാക്കുന്നു. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി എന്ന് യോഗി പറഞ്ഞിട്ട് ഇതങ്ങ് നിരോധിച്ചു ഹലാൽ.
അപ്പോൾ യു പിയിൽ നിന്ന് ഇനി ഹലാൽ കച്ചവടം ഇല്ല, ഹലാൽ ബോർഡ് വെക്കാൻ പറ്റില്ല, ഹലാൽ പേര് വെച്ച് ഉള്ള പേരുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയാൽ സിമൻറ്റ് കമ്പി വരെ ഹലാലാക്കാം എന്ന് തീരുമാനിച്ചാൽ യോഗി അത് നിരോധിച്ചതിനെതിരെ ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് കാശുണ്ടാക്കിക്കൊണ്ടിരുന്ന ജുമിയത്ത് ഉൽമ ഈ ഹിന്ദ് സുപ്രീം കോടതിയിൽ പോയി. ആ സുപ്രീം കോടതിയിൽ കേസ് ഇന്നലെ വന്നപ്പോഴാണ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നിയമം ഹലാൽ ഉപയോഗിക്കാം, ഇന്ത്യക്ക് പുറത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മാത്രം. ഇന്ത്യക്കകത്ത് വിൽക്കുന്ന ഒരു വസ്തുവിനും ഉത്തർപ്രദേശിൽ ഇനി ഹലാൽ പറ്റില്ല. അങ്ങനെ വെച്ചാൽ ആ സാധനം നിരോധിക്കും, അവനെ ലൈസൻസ് റദ്ദാക്കും, ഒക്കെ ചെയ്യും, നിയമ നടപടികളുണ്ടാവും. അപ്പോൾ അതിനെ ചോദ്യം ചെയ്താണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. അപ്പം കോടതിയിൽ പറഞ്ഞു ഇത് ഒരു മതവിഭാഗത്തെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹലാൽ വെച്ചിരിക്കുന്നത്. അത് ഭക്ഷ്യവസ്തുക്കളിൽ ഇത് വെക്കുന്നത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഹലാൽ അപ്പം ISA ഉള്ളതിരിക്കുന്നു, ഹലാൽ ഉള്ളതിരിക്കുന്നു, ഏത് മേടിക്കണം? അപ്പോൾ ഒരുപക്ഷേ നമുക്ക് മുസ്ലിങ്ങൾക്ക് അബദ്ധം പറ്റാം. ISA ഉള്ള സാധനം ഇട്ടിരിക്കുക, അത് അല്ലെങ്കിൽ അഗ്മാർക്കുള്ളൊരു ഒരു ഭക്ഷ്യവസ്തു ഇരിക്കുന്നു, അത് പക്ഷേ അതിൽ ഹലാലില്ല. ഇപ്പറേ ഇരിക്കുന്നത് ഹലാലുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ്, പക്ഷേ ഇൻഫീരിയർ ക്വാളിറ്റി, കുറഞ്ഞ ക്വാളിറ്റി ചിലപ്പോൾ അതായിരിക്കും. ഇതിൻ്റെ എല്ലാം മറ്റേ അഗ്മാർക്കുള്ളതിൻ്റെ എല്ലാ പരിശോധനകളും നടത്തി സർക്കാർ ലാബിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ്. ഹലാലുള്ളതിലോ ആര് പരിശോധിക്കുന്നുണ്ട്? ആകെ ഒരു കാശ് കൊടുത്തൊരു സർട്ടിഫിക്കറ്റ് മേടിക്കുന്നു അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്ഥിരം ഹലാൽ വെക്കാം, ഹലാൽ സർട്ടിഫിക്കറ്റ് വെക്കാം. അല്ല, ഹലാൽ എന്ന് പറഞ്ഞുണ്ടാക്കുന്നത് ഒരു അംഗീകൃത ലാബിലും പരിശോധിക്കപ്പെടുന്നില്ല. അപ്പോൾ ആളുകൾക്ക് ആശയക്കുഴപ്പം വരുന്നു. അപ്പോൾ മതത്തിൻ്റെ പേരിൽ ഇത് അടിച്ചേൽപ്പിക്കുമ്പോൾ കൂടിയ വില കൊടുത്ത് ഹലാൽ ഉണ്ടെന്നും പറഞ്ഞ് ഗുണനിലവാരം കുറഞ്ഞ സാധനം മേടിച്ച് രോഗങ്ങൾ ഉണ്ടാക്കേണ്ടി വരുമോ? ഇത് ഒരു ആരോഗ്യ പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് ഹലാലിൻ്റെ പേരിൽ മറ്റു പരിശോധനകൾ പാടില്ല എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഒരു പ്രദേശത്തെ കച്ചവടം അത്രയും ഒരു സമൂഹം എല്ലാവരും ചേരുന്നതാണ്. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം ചേരുന്നതാണ് സമൂഹം. അതിലൊരു വിഭാഗം ഞങ്ങളുടെ ആളുകളുടെ കടയിൽ നിന്ന് മാത്രമേ മേടിക്കുകയുള്ളൂ. അതാണല്ലോ ഹലാൽ മെഡിക്കൽ എന്ന് പറഞ്ഞാൽ. അല്ലെ, ഞങ്ങളുടെ ആളുകളുടെ ഉൽപ്പന്നം മാത്രമേ മേടിക്കുകയുള്ളൂ, ഞങ്ങളുടെ ആളുകളുടെ ഹോട്ടലിൽ മാത്രമേ പോവുകയുള്ളൂ എന്നു പറഞ്ഞാൽ ഇതര വിഭാഗത്തിന് അസ്വസ്ഥതയുണ്ടാവും അല്ലേ? ഒരു സാമൂഹിക കലാപത്തിലേക്ക്, സ്പർദ്ധയിലേക്ക് മാറും. അതുകൊണ്ട് ഹലാൽ നിരോധിക്കാനുള്ള ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ തീരുമാനം ശരിയാണ് എന്നാണ് ഇന്നലെ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത സുപ്രീം കോടതി പറഞ്ഞത്. ഈ കേസ് ജസ്റ്റിസുമാരായ BR ഗവായിയുടെയും അഗസ്റ്റിൻ ജോർജ് മെയ്ഷിൻ്റെയും ബെഞ്ചിലാണ്. തുടർന്ന് വരും ആഴ്ചകളിൽ ഇതിൻ്റെ തീരുമാനം വരും. ഏതായാലും യോഗിയുടെ അടുത്ത് വഖഫിൻ്റെ കളി പറ്റത്തില്ല. വഖഫിൻ്റെ പേരിൽ ആരുടെയും ഭൂമി കൊള്ളയടിക്കാൻ വന്നാൽ വഖഫ് ബോർഡിനെ ചുരുട്ടിക്കൂട്ടി എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് യോഗി തെളിയിച്ചു. ഇപ്പോൾ ഹലാലിനെയും യോഗി റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആണുങ്ങൾ നാട് ഭരിച്ച ചില മാറ്റങ്ങളൊക്കെ വരും അല്ലേ? ഉണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.